ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെം ഹിസ്റ്ററിക്കാരുടെ മെയിൻ പേപ്പറായ ഹിസ്റ്ററി ഓഫ് കേരള പാർട്ട് 1 മൂന്നാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ മലയാളത്തിൽ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലായിട്ട് പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോക്ക് ലാസ്റ്റിൽ മുൻ വീഡിയോസിലൊക്കെ ഞാൻ വീഡിയോക്ക് ലാസ്റ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ആയിട്ട് വാട്സാപ്പ് നമ്പർ കൊടുത്തിരുന്നു. അപ്പോൾ ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മൂന്നാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റിൻ്റെ പേര് ട്രേഡ് ആൻഡ് അർബൻ സെൻറ്റേഴ്സ് എന്നാണ്. വ്യാപാരവും നഗര കേന്ദ്രങ്ങളും എന്നതാണ്. അപ്പോൾ ഇതിലും എന്താണ് തമിഴകത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം വരുന്നത് തമിഴകത്തിൻ്റെ സാമ്പത്തിക വികസനത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ യൂണിറ്റുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് തമിഴകത്തിൽ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്, കൃഷിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നദീതീരങ്ങളിൽ നന്നായി സംഭരിച്ച മഴയെ ആശ്രയിച്ചിട്ടുമൊക്കെയാണ് ഇവർ കൃഷി നടത്തിയിരുന്നത് എന്നൊക്കെ യൂണിറ്റിൽ നമ്മൾ പരിചയം. പിന്നെ കൃഷി ചെയ്തിരുന്നതോ അരി, വെള്ളരി, മുളക്, പയർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് അവർ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത്, അവരുടെ പ്രധാന വിളകൾ ആയിട്ടുണ്ടായിരുന്നത്. സൂക്ഷ്മമായിട്ട് ക്രമീകരിച്ച ജലസേചന സംവിധാനങ്ങളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇരുമ്പ് ഉപകരണങ്ങളും സ്വർണ്ണ പ്രതിമകളും അതുപോലെ കത്തികൾ, തോക്കുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളും നിർമ്മിച്ചതിൻ്റെ തെളിവുകളും ലഭ്യമായിട്ടുണ്ട്. നൂൽപ്പും അതുപോലെ എന്താ പറയുക, ഈ കൈത്തൊഴിലുകളിൽ മറ്റുള്ള ക്രാഫ്റ്റ് പോലെയുള്ള കൈത്തൊഴിലുകളുമൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകളും ലഭ്യമായിട്ടുണ്ട്. ആഭ്യന്തരവും വൈദേശികവുമായ വ്യാപാര ബന്ധങ്ങളും അവർക്ക് ഉണ്ടായിരുന്നു. റോമ, ഗ്രീസ്, ചൈന പോലുള്ള രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതിൻ്റെ തെളിവുകളും ലഭ്യമായിട്ടുണ്ട്. കടൽപാതകളും അതുപോലെ തുറമുഖങ്ങളും ഇതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. നാണയങ്ങൾ ഉപയോഗത്തിലുണ്ടായിരുന്നു എന്നത് വലിയൊരു സാമ്പത്തിക പുരോഗതിയായിട്ടാണ് കണക്കാക്കുന്നത്. ഭരണകൂടം നികുതി പിരിച്ചെടുത്തിരുന്നതിൻ്റെ തെളിവുകളും ലഭ്യമായിട്ടുണ്ട്. സമൂഹം കച്ചവടക്കാരുടെയും കർഷകരുടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് കണ്ടിരുന്നത്. നന്മാർ എന്ന് വിളിച്ചിരുന്ന കച്ചവടക്കാർക്കൊരു പ്രത്യേക സ്ഥാനവും സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇതാണ് പേര്, നന്മാർ. ഇതാണ് അവരുടെ സാമ്പത്തിക വികസനത്തെക്കുറിച്ച് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത്. ഇനി നമുക്കിതിൽ പ്രധാന ട്രേഡ് ഗിൽഡുകളാണ്. ട്രേഡ് ഗിൽഡ്സ് എന്ന് പറഞ്ഞാൽ കച്ചവട സംഘങ്ങൾ. അന്നത്തെ പ്രധാന ട്രേഡ് ഗിൽഡുകളാണ് അഞ്ചുവണ്ണം, മണിഗ്രാമ, നാനാദേശി തുടങ്ങിയ കച്ചവട സംഘങ്ങൾ. ഇനി അവയുടെ പ്രധാന പ്രവർത്തനങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. പ്രവർത്തനങ്ങൾ ഒന്ന് വ്യാപാര നിയന്ത്രണമാണ്. അതായത് ഗിൽഡുകളിലെ അംഗങ്ങൾക്ക് മാത്രമേ എന്തിനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ, വ്യാപാരത്തിന് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ അവർ വില നിർണ്ണയത്തിലും ഉൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നതിലും മാർക്കറ്റ് നിയമങ്ങളിലൊക്കെ അവർക്ക് ശക്തമായ നിയന്ത്രണം ഉണ്ടായിരുന്നു. വ്യാപാരത്തിനായി അന്തർദേശീയ ബന്ധങ്ങളും ഈ ഗിൽഡുകൾ സ്ഥാപിച്ചിരുന്നു. പിന്നെ മറ്റൊരു പ്രവർത്തനമാണ് അംഗങ്ങൾക്ക് സുരക്ഷയും ധനസഹായം കൊടുക്കുക. അതായത് അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, കടം കൊടുക്കുക, അതുപോലെ സുരക്ഷിത സഹായം. നല്ല വലിയ അപകടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കതിനുള്ള കുടുംബത്തിനുള്ള സഹായമൊക്കെ ഗിൽഡുകൾ കൊടുത്തിരുന്നു. ഇനി മറ്റൊന്ന് പൊതുസമൂഹത്തിലെ പങ്കാളിത്തം. അതായത് പൊതു പ്രവർത്തനങ്ങളുണ്ടാവില്ല, ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണം, അതുപോലെ തന്നെ പൊതുപണികളൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ ആരുടെ സഹായം കിട്ടിയിരുന്നു, ഈ ഗിൽഡുകളിൽ നിന്ന് സഹായം ലഭിച്ചിരുന്നു. ചിലപ്പോൾ സ്വന്തം ക്ഷേത്രങ്ങൾ വരെ സ്ഥാപിച്ച ഗിൽഡുകളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ സ്ഥാപിക്കുമ്പം അത്രമാത്രം പണം അപ്പോൾ ആരുടെ കൈകളിലന്ന് കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ഈ കച്ചവട ഗിൽഡുകളുടെ അല്ലെങ്കിൽ സംഘങ്ങളുടെ കൈകളിൽ അങ്ങനെ സ്വന്തമായിട്ട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്ന കച്ചവട സംഘങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് മണിഗ്രാമം എന്ന് പറയുന്ന കച്ചവട സംഘം കേട്ടോ. ഇനി മറ്റൊരു പ്രവർത്തനമാണ് നിയമപരമായ സംരക്ഷണം. ഗിൽഡുകൾക്ക് നിയമപരമായ അവകാശങ്ങളും ഔദ്യോഗിക അംഗീകാരവും ഉണ്ടായിരുന്നു എന്ന് ചില ശാസനങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. ഭരണകൂടത്തോട് നേരിട്ടിടപെടാനുള്ള അവകാശം ഇവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും ഇവർ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രവർത്തനം. അതായത് ഗിൽഡുകൾ സ്വന്തം ചട്ടങ്ങൾ ഉണ്ടായിരുന്നു, അത് ലംഘിച്ചാൽ അവർക്ക് ശിക്ഷയും ലഭിച്ചിരുന്നു. അപ്പോൾ ഒരു സ്വയംഭരണ സംവിധാനമായിട്ടാണ് നിലനിന്നിരുന്നത്, ഗിൽഡുകൾ നിലനിന്നിരുന്നത്. ഇനി എന്തൊക്കെയാണ് ഗിൽഡുകളുടെ പ്രത്യേകതകൾ? അഞ്ചുവണ്ണത്തിൻ്റെ പ്രത്യേകത പറയാം. അഞ്ചുവണ്ണം വിവിധ വർണ്ണങ്ങളിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിരുന്ന ഒരു വ്യാപാര സമൂഹമായിരുന്നു അഞ്ചുവർണ്ണം. അതിൽ വർണ്ണ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. രണ്ടാമത് നമ്മൾ പറഞ്ഞ മണിഗ്രാമമാണ് അല്ലേ, ദേശീയ വ്യാപാരത്തിൽ സജീവമായ ക്ഷേത്രങ്ങളോട് ബന്ധമുള്ള വ്യാപാര ഗിൽഡുകളാണ് മണിഗ്രാമം എന്ന് പറയുന്നത്. പിന്നെ നാനാദേശിയാണ് മറ്റൊന്ന്. പല ദേശങ്ങളിൽ നിന്നുള്ള പേര് പോലെ തന്നെ പല ദേശങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെ ഉൾപ്പെടുത്തി അന്തർദേശീയ വ്യാപാരത്തിൽ സജീവമായിരുന്ന ഗിൽഡാണ് നാനാദേശി എന്ന് പറയുന്നത്. ഇത് വിദേശ രാജ്യങ്ങളുമായിട്ട് വലിയ ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു.
ഇതാണ് ഗിൽഡുകളും അവയുടെ പ്രവർത്തനങ്ങളും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന ഗിൽഡുകൾ: അഞ്ചുവണ്ണം, മണിഗ്രാമം, നാനാദേശി. ഇനി നമുക്ക് പട്ടണം എന്ന പ്രദേശത്തിൻ്റെ ഉത്ഖനനത്തിൻ്റെ വിശകലനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം. പട്ടണം എന്ന് പറയുന്നത് കേരളത്തിലെ എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന നഗരമാണ്. മുസിരിസിൻ്റെ ഭാഗമായിരുന്നു ഈ നഗരം. അതുകൊണ്ട് തന്നെ ഇതിന് ഏറെ പ്രാധാന്യമുണ്ട്. വാണിജ്യത്തിൽ, ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഉത്ഖനനം വഴി കണ്ടെത്തിയ വസ്തുക്കൾ ഈ പ്രദേശം ചൈന, റോം, മധ്യപൂർവ്വ ദേശങ്ങൾ എന്നിവയുമായിട്ട് വ്യാപാര ബന്ധം പുലർത്തിയിരുന്നതിൻ്റെ തെളിവുകൾ നൽകുന്നുണ്ട്. അതുപോലെ ഉത്ഖനനത്തിൽ നിന്ന് ലഭിച്ച നാണയങ്ങൾ, പാത്രങ്ങൾ എന്നിവ ഇവിടെ ഒരു അന്താരാഷ്ട്ര വ്യാപാര കേന്ദ്രമായിരുന്നു എന്നതും തെളിയിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളുമായുള്ള ഇടപെടലുകളുടെ ഇവിടം സാംസ്കാരിക കൈമാറ്റവും നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ഉത്ഖനനത്തിൽ നിന്ന് ലഭിച്ച തദ്ദേശീയമായ നിർമ്മിതികൾ, അതായത് സ്വന്തം ആ പ്രദേശത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികൾ എന്ത് ചെയ്യുന്നു, പാത്രങ്ങൾ മുതലായവ പ്രാചീന കേരളത്തിൻ്റെ തദ്ദേശീയ സാങ്കേതിക വിദ്യയും അവരുടെ ജീവിതശൈലിയും എന്തായിരുന്നു എന്ന് വ്യക്തമാക്കി തരുന്ന തെളിവുകളാണ്. അങ്ങനെ ഈ ഉത്ഖനനങ്ങൾ ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വൻ അറിവിൻ്റെ ഉറവിടമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രം വസ്തുത അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥം മനസ്സിലാക്കുന്നതിൽ ഏറെ സഹായിക്കുന്നുണ്ട്. ഈ പട്ടണം ഉത്ഖനനം ഒരു പ്രധാന സഹായി തന്നെയാണ്, അല്ലെങ്കിൽ പ്രധാന സ്രോതസ്സ് തന്നെയാണ് കേട്ടോ. ഇനി തമിഴകത്തെ പ്രധാന തുറമുഖങ്ങളെക്കുറിച്ചാണ് നമുക്കിതിന് ചോദിക്കുക. മുസിരിസ്, നെൽക്കിണ്ട, വാഗൈ, തിണ്ടീസ്, ബഗേയർ, ബലിത ഇതൊക്കെയാണ് പ്രധാന തുറമുഖങ്ങൾ. നോക്കാം നമുക്ക് ഓരോന്നിനെയും. മുസിരിസാണ് ആദ്യം പറഞ്ഞത് അല്ലേ. ഇന്നത്തെ കൊടുങ്ങല്ലൂരിനാണ് മുസിരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. റോമൻ സാമ്രാജ്യം ഉൾപ്പെടെയുള്ള നിരവധി വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്ന പ്രധാന തുറമുഖമായിരുന്നു ഇത് മുസിരിസ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് നെൽക്കിണ്ട. ഇത് മലബാർ തീരത്തുള്ളൊരു പ്രധാനപ്പെട്ട തുറമുഖമാണ്. പ്ലിനിയെ പോലുള്ള വിദേശ എഴുത്തുകാരുടെ രചനകളിൽ അല്ലെങ്കിൽ അവരുടെ യാത്രാ വിവരണങ്ങളിൽ ഈ നെൽക്കിണ്ട എന്ന തുറമുഖത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. പിന്നെ മറ്റൊന്നാണ് വാഗൈ. ഇത് പാണ്ഡ്യ രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു. വൈഗാ നദിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം കപ്പൽ ചലനത്തിന് അല്ലെങ്കിൽ കപ്പൽ ഇറക്കാനും പോകാനൊക്കെയുള്ള സൗകര്യമുള്ള ഒന്നായിരുന്നു. പിന്നെ ഒന്നാണ് തിണ്ടീസ്. മുസിരിസ് അടുത്താണ് ഈ തിണ്ടീസ് സ്ഥിതി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ തുറമുഖത്തിന് വലിയ വ്യാപാര പ്രാധാന്യവും ഉണ്ടായിരുന്നു. ഇനി ഒന്നാണ് ബക്കേയർ. ബക്കേയർ എന്ന് പറഞ്ഞാൽ ഈ തുറമുഖത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വളരെ കുറവാണ്. മാത്രമല്ല അതിൻ്റെ സ്ഥാനം സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുമാണുള്ളത്. അപ്പോൾ നമുക്കതിന് കൃത്യമായൊരു തെളിവ് ലഭ്യം. പക്ഷേ അങ്ങനെ ഒരു തുറമുഖം ഉണ്ടായിരുന്നു എന്ന് ലിഖിതങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വിവരം കിട്ടാത്ത ഒരു തുറമുഖമാണ് ബാലിത എന്ന് പറയും കേട്ടോ. അതായത് ഇത് പ്രധാന തുറമുഖമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുണ്ട്. പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സ്ഥാനം സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി തമിഴകവും റോമും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ചാണ് ചോദിക്കുക. റോമൻ സാമ്രാജ്യം സമുദ്ര വ്യാപാരത്തിലുള്ള അല്ലെങ്കിൽ സമുദ്ര വഴിയുള്ള വ്യാപാരത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്ന ഒരു രാഷ്ട്രമാണ്. പ്രാചീന തമിഴകം സമുദ്ര വ്യാപാരത്തിലൂടെ എത്താൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെ വിദേശ വ്യാപാരത്തിന് അനുയോജ്യവുമായൊരു പ്രദേശവും കൂടിയായിരുന്നു. അപ്പോൾ റോമും തമിഴകവും തമ്മിൽ കടൽ മാർഗമുള്ള വ്യാപാര ബന്ധം നിലനിർത്തിയിരുന്നു. സമുദ്രനിരക്കിലും അതുപോലെ കാറ്റുപാതകളിലും നിന്നുള്ള സഹായം, പ്രത്യേകിച്ച് മൺസൂൺ കാറ്റുകൾ അനുയോജ്യമാക്കി തീർത്തു. ഈ ബന്ധം വളരാൻ അത് സഹായകമാവുകയും ചെയ്തു. തമിഴകത്തിൽ നിന്ന് റോമിലേക്ക് കറുവപ്പട്ട, ഏലക്ക, കുരുമുളക്, സ്വർണ്ണാഭരണങ്ങൾ, മുത്തുകൾ, മറ്റ് രത്നങ്ങൾ, കോട്ടൺ തുടങ്ങിയവയാണ് കൊണ്ടുപോയിരുന്നത്. റോമിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, തമിഴകത്തിലേക്ക് കൊണ്ടുവന്നത് സ്വർണം, വെള്ളി, നാണയങ്ങൾ, വൈന്, അതുപോലെ ഉരുക്കുൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇറക്കുമതി ചെയ്തിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ പോണ്ടിച്ചേരി, അരീക്കമേട്, പട്ടണം തുടങ്ങിയ സ്ഥലങ്ങളിൽ റോമൻ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ കപ്പികൾ, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയൊക്കെ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന എന്താണ്, റോമൻ എഴുത്തുകാരനായ പ്ലിനി പറയുന്നത് റോമിലെ ധനത്തിൻ്റെ വലിയൊരു ഭാഗം ഇന്ത്യയിലേക്ക് പോയതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ നിന്ന് വലിയൊരു സമ്പത്ത് ചെലവഴിച്ച് ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങി കൊണ്ടുപോയിരുന്നു എന്നാണ്. അപ്പോൾ റോമ ഇന്ത്യയുമായിട്ട് അന്ന് ഈ തമിഴകത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ വലിയ തോതിലുള്ള വ്യാപാര ബന്ധം നിലനിർത്തിയിരുന്നു. കണ്ടമാനം പണം നൽകിക്കൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങിക്കുകയും ചെയ്തിരുന്നു എന്ന്. അപ്പോൾ റോമൻ കുറിച്ചാണെന്ന് പറയുന്ന ഒരു പദപ്രയോഗവും നമ്മുടെ ലിഖിതങ്ങളിൽ കാണുന്നുണ്ട്. എന്താണ് ആ പദപ്രയോഗം? യവനന്മാർ എന്നാണ്. അപ്പോൾ യവനന്മാർ എന്ന് സൂചിപ്പിക്കുന്നത് റോമൻ വ്യാപാരികളെ ആയിരിക്കാമെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുസിരിസ് എന്നൊരു പ്രധാന കേന്ദ്രമായിട്ട് വളർന്നു. റോമൻ കപ്പലുകൾ ഈ മുസിരിസ് എന്ന തുറമുഖത്താണ് ചരക്കുകൾ എത്തിച്ചിരുന്നതും അവിടെ നിന്നാണ് ചരക്കുകൾ വാങ്ങി കൊണ്ടുപോയിരുന്നതും.
അപ്പോൾ റോമൻ സാമ്രാജ്യവുമായിട്ടുള്ള വ്യാപാരം ഏത് തുറമുഖത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തി. മുസിരിസ് അല്ലെങ്കിൽ ഇന്നത്തെ അതിൻ്റെ പേരെന്താണ്, കൊടുങ്ങല്ലൂർ അല്ലേ, ആ ഒരു തുറമുഖത്തിൻ്റെ പ്രതാപം വർദ്ധിപ്പിക്കുന്നതിനും ഈ വ്യാപാരം സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്ക് ഈ 4ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ള ഭാഗങ്ങളായിട്ട് വരുന്നത്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്സ്.